നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശനെ പൂക്കി മുഖ്യമന്ത്രിയാക്കിയ ചിരിയാണ് ഈ ചിരി. ഈ ചിരിക്ക് പിന്നിൽ വലിയൊരു പൂക്കലുണ്ട്. വാഹന മോഡിഫിക്കേഷനെ കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകനോട് ചോദിച്ച വാർത്താ സമ്മേളനത്തിലെ ചോദ്യത്തോട് നൽകിയ മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ ചിരി. ശരിക്കും ഇക്കാര്യത്തിൽ ഇതല്ലാതെ മറ്റെന്ത് മറുപടി പറയാനാണ്? ഇത് മാത്രമല്ല, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും മുഖ്യമന്ത്രിയായതോടെ പൂക്കി ചിരിച്ചിരിച്ച് മൂപ്പരങ്ങ് വിടുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ 3 ഇത്തരം നിലപാടുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്ന് മാത്രം നമുക്ക് നോക്കാം. ആദ്യം ഈ ചിത്രം നോക്കൂ. മുഖ്യമന്ത്രിക്കൊപ്പം ഈ ചിത്രത്തിലുള്ളത് ദീപ ജോസഫ് എന്ന അഭിഭാഷകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതിയിൽ പരാതിക്കാരിയെ ഹീനമായ ഭാഷയിൽ അധിക്ഷേപിച്ച കേസിലെ പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ് മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷക കൂടിയാണ്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി വി ഡി സതീശൻ ന്യൂഡൽഹിയിലെത്തിയപ്പോൾ സ്വീകരിക്കാനെത്തിയ ആൾ. വി ഡി സതീശന് ഷാൽ നൽകി സ്വീകരിക്കുന്ന ചിത്രമാണ് ഇത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ശക്തമായ നിലപാടെടുത്ത ആളാണെന്നാണ് പൊതുമധ്യത്തിൽ വി ഡി സതീശൻ അറിയപ്പെടുന്നത് തന്നെ. കൊടുങ്കാറ്റ് വന്നാലും ഇളകാത്ത നിലപാട് എന്ന് അദ്ദേഹം തന്നെ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കടുത്ത സൈബർ ആക്രമണം മാങ്കൂട്ടത്തിൽ അനുകൂലികളായ കോൺഗ്രസ്സുകാരിൽ നിന്നുണ്ടായിട്ടും പിന്നാലെ ആഭ്യന്തരമായി പിന്തുണക്കുന്ന ചില നേതാക്കൾ കൂറുമാറിയിട്ടും ഒക്കെ അദ്ദേഹം അത് തിരുത്താൻ തയ്യാറായിരുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രി അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങൾ വി ഡി സതീശൻ്റെ പ്രതികരണം അനിവാര്യമാക്കുന്നുണ്ട്. മുൻ നിലപാടുകളെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വ്യക്തത വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. രാഹുൽ കേസിലെ അതിജീവിത തനിക്കെതിരായ നീക്കത്തിൽ വിശദമായ പരാതി മുഖ്യമന്ത്രിക്ക്, അതും ഈ ദീപ ജോസഫിനെ അടക്കം പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടൊരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ ദിവസം തന്നെയാണ് ഇവരുടെ ഈ സ്വീകരണവും എന്നതാണ് ആശങ്ക കൂട്ടുന്നത്. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുലിനെതിരെ ശക്തമായ നിലപാടെടുത്ത കോൺഗ്രസ് അനുകൂലി കൂടിയായ റിനി ആൻ ജോർജിനെ ചില പ്രവർത്തകർ കൂകി ആക്ഷേപിച്ച് വിട്ട സംഭവം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ഉയർന്നപ്പോഴും പ്രതികരിക്കാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറിയതും നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെ റിനിയുടെ ചിത്രം മോർഫ് ചെയ്തും മറ്റും വ്യാപകമായ സൈബർ ബുള്ളിയിങ്ങും നമുക്കിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കയറിയ കാണാം. ഒരു വിജയിയെപ്പോലെ പ്രതിയും കൂട്ടരും സോഷ്യൽ മീഡിയയിൽ പിന്നീട് അതിജീവിതമാർക്കെതിരെ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് അതിജീവിത പരാതി നൽകിയത്. ആ പരാതിയിൽ എന്ത് നടപടിയെടുത്തു എന്ന് അതിജീവിതയുടെ പരാതി കിട്ടിയതിന് ശേഷം മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ നിലപാട് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിജീവിതയെ ആക്ഷേപിച്ച കേസ് നിലനിൽക്കുകയും ഇപ്പോഴും പരസ്യമായി തന്നെ തൻ്റെ മുൻ രീതികൾ, നിലപാട് ഒക്കെ ആവർത്തിക്കുകയും ചെയ്ത ദീപ ജോസഫ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ദീപ ജോസഫിനെതിരായ കേസിലെ അറസ്റ്റ് തടയാൻ സുപ്രീം കോടതിയെ അവർ സമീപിച്ചപ്പോൾ അഭിഭാഷകയായിട്ടും ഇമാതിരി ശൈലിയാണോ ഭാഷയാണോ അതിജീവിതമാർക്കെതിരെ ഉപയോഗിച്ചത് എന്ന് ചോദിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ കനത്ത താക്കീത് നൽകിയത് വാർത്തയായത് നമ്മളൊക്കെ വായിച്ചതാണ്. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനെത്തിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചാനൽ റിപ്പോർട്ടർക്കെതിരെ രോഷം കൊണ്ട് ചാനൽ ക്യാമറകളും മൈക്കുകളും എല്ലാം തട്ടിമാറ്റുന്ന ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയാണ് പുറത്തു വന്നത്. മുഖ്യമന്ത്രി ഈ സംഭവത്തോടും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ രണ്ടാമത്തേത് മറ്റൊരു പ്രധാന പ്രശ്നമാണ്. അത് പൂക്കി ചിരിച്ചിരിച്ച് വിടേണ്ട മുനമ്പം പ്രശ്നമാണ്. അങ്ങനെ വിടാൻ പറ്റാത്ത പ്രശ്നം കൂടിയാണത്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ വെറും 10 മിനിറ്റിനകം മുനമ്പം പ്രശ്നം തീർക്കുമെന്നാണ് വി ഡി സതീശൻ അന്ന് പ്രഖ്യാപിച്ചത്. സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡിനോട് ആ ഭൂമി അവരുടേതല്ല എന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ സർക്കാർ ആവശ്യപ്പെടുമെന്നും അതിനുവേണ്ടിയാണ് തനിക്ക് അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റിൻ്റെ ആവശ്യം എന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. എന്നാൽ സർക്കാർ അധികാരത്തിലേറിയിട്ട് എന്താണ് സംഭവിച്ചത്? ഒരാഴ്ചയായി മുഖ്യമന്ത്രി ഒരു വാക്കു പറഞ്ഞതുമില്ല, വഖഫ് ബോർഡ് ഒന്നും കേട്ടതുമില്ല. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു. വഖഫ് ബോർഡ് ഒരു കാര്യം ചെയ്തു. എന്താണത്? വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലേറി ഈ ഒരാഴ്ചയാകുമ്പോൾ തന്നെ മുനമ്പത്തെ 404 ഏക്കർ ഭൂമിയും തങ്ങളുടേതാണ് എന്ന് നിയമപരമായി പ്രഖ്യാപിച്ചു. മുനമ്പം നിവാസികളുടെ അടക്കമുള്ള ഭൂമി വഖഫ് സ്വത്താണെന്ന് കാണിച്ച് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വഖഫ് നിയമപ്രകാരം സ്വത്തുക്കൾക്ക് സംരക്ഷണം ലഭിക്കാനാണ് ഉമീദ് പോർട്ടലിൽ എല്ലാ പരിശോധനകളും നടത്തി രജിസ്ട്രേഷൻ നടത്തുന്നത്. കോടതി നടപടികളിൽ മുനമ്പം നിവാസികൾക്ക് അനുകൂലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു നടപടിയെ അട്ടിമറിക്കും വിധം പുതിയ സങ്കീർണത ഈ സർക്കാർ വന്നതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയാണ് ഈ നീക്കമുണ്ടായത്. 10 മിനിറ്റ് കൊണ്ടല്ല, ഒരാഴ്ച കൊണ്ട്. ഭൂമിയുടെ ഉടമസ്ഥത ഏറ്റെടുത്തുകൊണ്ടാണ് വഖഫ് ബോർഡിൻ്റെ ഈ നടപടി. ഭൂമി വഖഫ് സ്വത്താണോ അല്ലയോ എന്നത് സംബന്ധിച്ച് വഖഫ് ട്രിബ്യൂണലിൽ കേസ് നിലനിൽക്കുന്നതിനിടെ ഉള്ള നടപടി. ഇനി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോടെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടും വഖഫിനൊപ്പം സാങ്കേതികമായി വരും. ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻകാലത്തെ 10 മിനിറ്റ് വ്യാഖ്യാനം പാഴായി എന്നർത്ഥം. ഇനി പുതിയ ഗിമ്മിക്കുകൾ എന്തെങ്കിലും കാണിക്കണം. അപ്പോഴും മുന്നിലുള്ള നിയമപ്രശ്നത്തിൽ പുതിയൊരു സങ്കീർണത കൂടി ഉണ്ടായി എന്നത് മാത്രം മിച്ചം. ഇനി മൂന്നാമത്തെ പൂക്കി ചിരിച്ചിരിക്കുന്ന കാര്യം, വി ഡി സതീശനെ പൂക്കി മുഖ്യമന്ത്രിയാക്കിയ ചിരിയുടെ പിന്നിലെ കഥ കൂടിയാണത്. യുവാക്കളെ പ്രലോഭിപ്പിക്കുന്ന മട്ടിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ നേതാവ് നൽകിയ വാക്കാണ് വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ അനുമതി.
യുവാക്കളിലെ അവർ വണ്ടിയൊക്കെ പൊളിച്ച് മോഡിഫൈ ചെയ്ത് നടക്കട്ടെ, നല്ല സൈലൻസറിലൊക്കെ ശബ്ദം ഗംഭീരമായി വരട്ടെ എന്നൊക്കെയുള്ള സമീപനത്തിൻ്റെ ഭാഗമായി നടത്തിയ പ്രതികരണം. ഞങ്ങൾ അധികാരത്തിൽ വരട്ടെ എന്ന് യുവാക്കളൊക്കെ സന്തോഷിക്കട്ടെ എന്ന് അന്ന് വി ഡി സതീശൻ പറഞ്ഞു. യുവാക്കൾക്ക് ആവേശമായി പുകക്കുഴലൊക്കെ ഇങ്ങനെ ഏത് വിധത്തിലും എടുത്ത് മാറ്റിത്തരാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ചിത്രമൊക്കെ വെച്ച് ചില കമ്പനികൾ ഇപ്പം തന്നെ പരസ്യം ചെയ്തു തുടങ്ങി. എന്നാൽ സംഗതി നടക്കുമോ? ഇല്ല എന്നാണ് അന്ന് സതീശനൊപ്പം നിന്ന മാധ്യമങ്ങൾ ഇന്ന് പറയുന്നത്. മാതൃഭൂമി പത്രത്തിലെ ഇന്നത്തെ ഒരു റിപ്പോർട്ട് നോക്കാം. വാഹനങ്ങളുടെ രൂപമാറ്റം നിയമം ഇടയും എന്ന തലക്കെട്ടിൽ VS സിജു വിശദമായി തന്നെ ഇത് പരിശോധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പൂക്കി പ്രതികരണം വൈറലായെങ്കിലും വാഹനങ്ങളുടെ രൂപമാറ്റം നിയമപരമായ വെല്ലുവിളിയാണ് എന്നാണ് വാർത്തയിൽ പറയുന്നത്. കേന്ദ്ര മോട്ടോർ വാഹന നിയമവും ഹൈക്കോടതിയും ഒന്നും ഇക്കാര്യത്തിൽ ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങൾക്കൊപ്പമല്ല. റോഡ് സുരക്ഷയും പരിധിയും മറ്റും പരിഗണിക്കാതെയുള്ള ഒരിളവും നിയമം അനുവദിക്കുന്നില്ലെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വാഹന നിർമ്മാതാക്കൾ അനുവദിക്കുന്നതിനപ്പുറം ഒരു രൂപമാറ്റവും നടക്കില്ലെന്നാണ് 88 മോട്ടോർ വാഹന നിയമം പറയുന്നത്. കേരള മോട്ടോർ വാഹന ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളിലെ രൂപമാറ്റത്തിന് അനുമതി നൽകിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് തള്ളി 2019 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഇക്കാര്യത്തിൽ നിർണായകമാകും. മൂന്നാറിൽ ടൂറിസ്റ്റുകൾക്കായി KSRTC നിരത്തിലിറക്കിയ ഡബിൾ ഡെക്കർ ബസ്സിൽ ഒരു ഹെഡ്ലൈറ്റ് മാത്രം അധികമായി വെച്ചതുപോലും നീക്കം ചെയ്യാൻ ഹൈക്കോടതി ഇടപെട്ടു. അടുത്ത കാലത്താണ്. ഇതൊക്കെ മറികടന്ന് എങ്ങനെ മോഡിഫിക്കേഷൻ സാധ്യമാകും? അപകടമുണ്ടായാൽ മോഡിഫൈ ചെയ്ത വണ്ടിക്ക് ഇൻഷുറൻസ് ക്ലെയിം പോലും കിട്ടാതാവും. രൂപമാറ്റത്തിന് അനുവാദം നൽകാനുള്ള അധികാരം പക്ഷേ സംസ്ഥാന സർക്കാരിനുമല്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അത് കേന്ദ്ര സർക്കാരിൻ്റെതാണ്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങളടക്കം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ ഏജൻസികൾ നടത്തുന്ന പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് പാസ്സായ ശേഷമാണ് നിരത്തിലിറക്കുക. പിന്നീട് ഈ വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ അനുവദിക്കാനാകില്ലെന്നാണ് നിയമം. ഇതാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം. ചുരുക്കത്തിൽ പ്രചാരണത്തിന് ബലം ലഭിക്കാനും അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് വോട്ട് കിട്ടാനും ഇത്തരം കാര്യങ്ങൾ അന്ന് തന്നെ പലരും ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചതാണ്. നിയമപരമായതല്ലേ ചെയ്യാനാകൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കൈ കഴുകുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അന്ന് പറഞ്ഞതിനൊന്നും പ്രസക്തിയില്ലെന്നാണ് ഇപ്പോഴത്തെ വാദമായി ആരാധകരും ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സകല നിയമവിരുദ്ധമായ കാര്യങ്ങളും നടത്തി തരാമെന്ന് പറയുകയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാധ്യമങ്ങളുടെ സുരക്ഷിതത്വത്തിൽ ഒളിക്കുകയും ചെയ്താൽ അതെന്ത് സന്ദേശമായിരിക്കും നൽകുക? ഇനിയുള്ള കാലം സകല സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളും നിയമം അംഗീകരിക്കാത്തതുമായ കാര്യങ്ങളും എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞ് വോട്ട് നേടാം എന്ന് പുതിയ നേതാക്കൾക്ക് തോന്നിയാലും അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇവിടെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന 3 സംഭവങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത്. രാഷ്ട്രീയ നേതാക്കൾക്കാകെ ചിന്തിക്കാനുള്ള വകുപ്പാണ് ഈ 3 കാര്യങ്ങളും, നല്ലതായും അല്ലാതെയും. ഇനി ഇക്കാര്യങ്ങളിൽ ഒരു പൂക്കി ചിരിച്ചിരിച്ച് മൂപ്പര് തള്ളുമോ അതോ ഇനി പുതിയ നമ്പർ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.